ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് കൊൽക്കത്തയിലെ മറ്റു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പോകാം. കൊൽക്കത്തയിലെ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് എന്ന് പറയാം, അത് സന്ദർശിച്ച് നമുക്ക് നേരെ ഫ്ലവർ മാർക്കറ്റ്, അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റാണ് കൊൽക്കത്തയിലുള്ളത്. ഈ രണ്ട് ദൃശ്യങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. ഹൗറ മെയിൻ മാർക്കറ്റ് കൊൽക്കത്തയിലെ ഗുഗ്ലി നദീ തീരത്ത് ഹൗറ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിലെ മീൻ വ്യാപാരത്തിനുള്ള പ്രധാന കേന്ദ്രം കൂടിയാണിത്. കൂടാതെ വൈവിധ്യമാർന്ന പുതിയ മീനുകളും ഇവിടെ ലഭിക്കുന്നു. ബംഗാളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന മിക്ക മീനുകളും ഇവിടെ ലഭ്യമാണ്. അവരുടെ ഇഷ്ട വിഭവമായ ഹിൽസ, അതായത് ഇലിഷ് എന്നും പറയും, രോഹു, കട്ട്ള, ചെമ്മീൻ, ഞണ്ടുകൾ, വ്യത്യസ്തമായ ചെറിയ മീനുകൾ എന്നിവയും ധാരാളമുള്ള ഒരു കേന്ദ്രം. പച്ചമീനിൻ്റെ മണവും വിൽപ്പനക്കാരുടെ ഉച്ചത്തിലുള്ള വിളിച്ചു പറയലും വാങ്ങുന്നവരുടെ തിരക്കും ലേലം വിളിയും എല്ലാമായി ഇവിടം ലഹളമയമാണ്. ഞാനിവിടെ എത്തിയപ്പോൾ മഴയും ഉണ്ടായിരുന്നു. വീഡിയോ പിടുത്തം കുറച്ചു പേർ തടഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ എൻ്റെ അധികം വശമില്ലാത്ത ഹിന്ദിയിലുള്ള ചോദ്യവും അവരുടെ ബംഗാളിയിലുള്ള ഉത്തരവും തമ്മിൽ വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് പരസ്യമായി ചിത്രീകരിച്ചില്ല. അതിനാൽ അതിൻ്റെ പ്രശ്നവും വീഡിയോയിലുണ്ട്. ഹൗറ മെയിൻ മാർക്കറ്റ് ഒരു അനുഭവം തന്നെയാണ്. ബംഗാളിക്ക് അവരുടെ ഭക്ഷണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മീനുകൾക്ക് വളരെ പ്രശസ്തിയുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനാൽ ആണ് മാർക്കറ്റ് കാണുവാൻ വന്നത്. അതുപോലെ പ്രാദേശിക ജീവിതം അനുഭവിക്കാനും സാധിക്കും. നാട്ടുകാരുടെ ദൈനംദിന ജീവിതവും കാണിക്കുന്ന സ്ഥലമാണ് ഈ മാർക്കറ്റ്. നമുക്കിതെല്ലാം ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം.
ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണ്. ഫിഷ് മാർക്കറ്റിൽ നിന്ന് നേരെ കൊൽക്കത്ത ഫ്ലവർ മാർക്കറ്റിലേക്കാണ് യാത്ര. ഈ ഫ്ലവർ മാർക്കറ്റിനെ മാലിക് ഹട്ട് എന്നാണ് പറയുന്നത്. ഈ മാർക്കറ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ് കൂടിയാണിത്. ഹൗറ ബ്രിഡ്ജിൻ്റെ സൈഡിലായി ഇത് സ്ഥിതി ചെയ്യുന്നു. ഹുഗ്ലി നദിയുടെ തീരത്തായി ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വിൽപ്പനക്കാരും ഓരോ ദിവസവും ഇവിടെ പുഷ്പങ്ങൾ വിറ്റഴിക്കുന്നു. ഈ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ്. അതിൻ്റെ സൈഡിലും അടിയിലുമൊക്കെ ആയാണ് ഈ വിൽപ്പന നടക്കുന്നത്. മാലതിപ്പൂക്കൾ, റോസാപ്പൂക്കൾ, ലില്ലിപ്പൂക്കൾ തുടങ്ങി നാനാതരത്തിലുള്ളതും നല്ല ഭംഗിയുള്ള നിറങ്ങളാലും രസകരമായ കാഴ്ചയാണിത്. രാവിലെ 4 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് ഏറ്റവും അധികം പുഷ്പങ്ങൾ എത്തുകയും വിൽപ്പനയും നടത്തുകയും ചെയ്യുന്നത്. കൊൽക്കത്ത പുഷ്പ മാർക്കറ്റ് സന്ദർശിക്കുമ്പോൾ നഗരത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഓരോ ഭാഗം കാണാൻ നമുക്കൊരു അവസരമൊരുങ്ങുന്നു. ബംഗാളിയുടെ പ്രാദേശിക അന്തരീക്ഷം അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധ്യമായൊരിടമ കൂടിയാണിവിടെ. നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചെളിയൊക്കെയായി ആ പൂക്കളിലെയും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ വീണ് ആൾക്കാർ നടന്നും വണ്ടി പോയും എല്ലാം ചെളി വിളി മയമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണ് യാത്ര. ഇന്ന് മൊത്തം ബംഗാളിൽ മഴയാണെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രയും വളരെയധികം ദുഷ്കരമായിരിക്കുകയാണ്. നമുക്ക് ഈ പൂ മാർക്കറ്റിൽ നിന്ന് കണ്ട് മടങ്ങി വരാം. জলটা পড়বে এদিকে সরে যা নোংরা জল আরে রাজুরি বিক্রি হচ্ছে না মোর কাছেও আছে নিয়ে যাও 70 টাকার আছে 80-90 কে যেতে হবে বলবি হ্যাঁ বলবি বলে क्या हुआ
তারপরে যেটা नंबर कट्टल है इसे बोला नहीं ওইটা ঢালু তো আমি বলেছি